വരുന്നത് നല്ലതാണ്, എനിക്കിഷ്ടം. അല്ലാതെ SNDP യോഗത്തിന്റെ ഒരു നിലപാടല്ല അദ്ദേഹം അറിയുന്നത്. എൻ്റെ പേഴ്സണലായി എടുത്തു പറഞ്ഞു, എൻ്റെ പേഴ്സണലായിട്ട് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയെ പറഞ്ഞ വാക്കുകളാണ്. എൻ്റെ പേഴ്സണലായിട്ട് പിണറായി തന്നെ വീണ്ടും മുഖ്യമന്ത്രി അല്ല മന്ത്രിസഭ വരുന്നതാണ് എനിക്കിഷ്ടം. അല്ലാതെ SNDP യോഗത്തിന് ഇഷ്ടമെന്നോ അല്ല ഈഴവ സമുദായത്തിന് ഇഷ്ടമെന്നോ അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ കസേര വെച്ചു അദ്ദേഹം പറഞ്ഞില്ല, എനിക്കിഷ്ടം. അത് പറഞ്ഞതാണ്. ഇവിടെ വലിയ കോലാഹലങ്ങളല്ല. വൈകിട്ട് അന്തിച്ചർച്ചയ്ക്കകത്ത് കയറുന്ന TV-ക്കകത്ത് അല്ല ഈ ചാനൽ ചർച്ചയ്ക്കകത്ത് കയറുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കിള്ളി SNDP യോഗം എന്ന വലിയ മഹാപ്രസ്ഥാനത്ത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഈ ന്യൂനപക്ഷ സമുദായത്തിന്റെ ഈ പെരുമ്പാറോട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ്. നമ്മളിത് ഈ ഇലക്ഷൻ നടക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഈ ആൾക്കാർ കണക്കുകൂട്ടി കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഈ UDF ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ആധിപത്യം കറക്റ്റായിട്ടും ഈ മന്ത്രിസഭയിൽ ഉണ്ടാകും. ആ മന്ത്രിസഭയിൽ ഉണ്ടാകുന്നത് എന്താണ്? നമ്മുടെ മന്ത്രിസഭ ഉണ്ടാകുന്നതിന് മുമ്പേ ഭൂരിപക്ഷ സമുദായമായ നേതാക്കന്മാരുടെ തന്റെയും തലയും വിളിക്കാൻ അവർ ആദ്യം തീരുമാനിച്ചു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു രാഷ്ട്രീയമായിട്ട് ഇതിനെ കാണുകയാണെങ്കിൽ നമുക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. LDF-കാർ തെരുവരെയും UDF-കാർ തെരുവരെയും മുസ്ലിം ലീഗുകാർ തെരുവരെയും. എടോ കള്ളു കച്ചവടക്കാരൻ നടേശ, നിന്നെ പോലെ പൊട്ടന്മാരല്ല മുസ്ലിം ലീഗുകാര്. മുസ്ലിം ലീഗുകാര് നിന്നെ പോലെ പൊട്ടന്മാരല്ല. ക്ലോസറ്റ് പൊട്ടിച്ചിട്ട് ജയിലിൽ പോകാൻ മുസ്ലിം ലീഗുകാരൻ തയ്യാറല്ല. മുസ്ലിം ലീഗുകാരൻ പൊട്ടിക്കുകയാണെങ്കിൽ നല്ല ഒന്നാം തരം ഗോദ്രേജിന്റെ പൂട്ട് തന്നെ കുത്തിപ്പൊളിക്കും. മനസ്സിലായില്ലേ? പൊട്ടിക്കുകയാണെങ്കിൽ ഒന്നാം തരം ഗോദ്രേജിന്റെ പൂട്ട് തന്നെ പൊട്ടിക്കും, എന്നിട്ടേ ജയിലിൽ പോകുള്ളൂ. അതല്ലാതെ നിന്നെ പോലെയുള്ള ക്ലോസറ്റുകൾ തല്ലിപ്പൊളിച്ചിട്ട്, മനസ്സിലായില്ലേ, ആ ക്ലോസറ്റ് പൊട്ടിച്ചതിന് മുസ്ലിം ലീഗുകാരൻ ജയിലിൽ പോകൂല നടേശ. അത് നടേശന്റെ വെറുതെ, നടേശൻ അങ്ങനെ ഒരു ദിവാസ്വപ്നം കാണാം. മനസ്സിലായില്ലേ? തനിക്ക് അനുകൂലമായ ചില നിലപാടുകൾ, അങ്ങനെ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നടേശൻ അങ്ങനെ ചില സ്വപ്നങ്ങളൊക്കെ കാണാം. പക്ഷേ മുസ്ലിം ലീഗുകാരൻ എന്താണെങ്കിലും തീട്ടമെടുത്തിട്ട് ഷർട്ടിന്റെ പോക്കറ്റിൽ ഇടൂല. ഷർട്ടിന്റെ പോക്കറ്റിൽ തീട്ടം കൈ കൊണ്ട് വാരിയിട്ട് അത് ഷർട്ടിന്റെ പോക്കറ്റിലിട്ട് കൊണ്ട് നടക്കില്ല നടേശ. മുസ്ലിം ലീഗുകാരൻ പോക്കറ്റിൽ വെക്കുകയാണെങ്കിൽ അത് നല്ല ഒന്നാം തരം iPhone 17 Pro Max തന്നെ വെക്കും. മനസ്സിലായില്ലേ? അതല്ലാതെ തീട്ടം വാരിയിട്ട് മുസ്ലിം ലീഗുകാരൻ അത് ഷർട്ടിന്റെ പോക്കറ്റിൽ കൊണ്ട് നടക്കുന്ന ഏർപ്പാടില്ല. സാധാരണഗതിയിൽ ഞങ്ങളൊക്കെ ഈ പറയുന്ന സ്വന്തം അപ്പി തന്നെ രാവിലെ KVL നന്നായിട്ട് ഡെറ്റോളിൻ്റെ ഹാൻഡ് വാഷോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഹാൻഡ് വാഷുകളൊക്കെ ഉപയോഗിച്ചിട്ട് ആ സ്മെല്ലൊക്കെ നന്നായിട്ട് പോകുന്നത് വരെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുന്നത്. അപ്പം അങ്ങനത്തെ മുസ്ലിം ലീഗുകാരന് ഈ പറയുന്ന നടേശൻ എന്ന് പറയുന്ന തീട്ടത്തെ കൈ കൊണ്ട് തൊട്ടിട്ട് വെറുതെ കൈ നാറ്റിക്കൂല. മനസ്സിലായില്ലേ? ബുദ്ധിയുള്ളവന് പന്നികളുമായിട്ട് മൽപ്പിടുത്തത്തിന് പോകാറില്ല. എന്തുകൊണ്ടാ? പന്നി തിന്നുന്നത് തീട്ട. ആ തീട്ടം തിന്നുന്ന പന്നിയുമായിട്ട് മൽപ്പിടുത്തം നടത്തി കഴിഞ്ഞാൽ മൽപ്പിടുത്തം നടത്തിയ നമ്മളും നാറും. കാരണം എന്താ? പന്നി തീട്ടം തിന്നിട്ട് ആ നാറ്റം അത് മോന്തയിലും ചെറിയിലും വായിലും കാതിലും കല്ലും ഒക്കെ തേച്ചിങ്ങനെ വിരകി വെച്ചേക്കുക. അപ്പോൾ അതിൻ്റെ നാറ്റം നമ്മുടെ ശരീരത്തിലേക്കും വരും. അതുകൊണ്ട് പന്നികളുമായിട്ട് മുസ്ലിം ലീഗുകാരൻ മൽപ്പിടുത്തത്തിന് വരാറില്ല. മനസ്സിലായില്ലേ? നടേശൻ എന്ന് പറയുന്ന ക്ലോസറ്റ് പൊട്ടിച്ചിട്ട് മുസ്ലിം ലീഗുകാരൻ ജയിലിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ലടോ വെള്ളാപ്പള്ളി നടേശ. മനസ്സിലായില്ലേ? നടേശന് എന്ത് തന്തയും ഇല്ലായ്മത്തരവും വിളിച്ചു പറയാം. നടേശന് എന്ത് ചെറ്റത്തരവും എന്ത് തമ്മാടിത്തരവും ആവാം. നടേശന് എന്ത് കിട്ടിയാലും നക്കിയാ മതി എന്നുള്ളത് നടേശന്റെ ഒരു രീതി ആയിരിക്കാം. ആ രീതി, മനസ്സിലായില്ലേ? ആ രീതി കേരളത്തിന്റെ മണ്ണിൽ വില പോകില്ല നടേശ. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ നടേശന്റെ കളി. നടേശ കുറച്ച് അല്പം ഉളുപ്പ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടെങ്കിൽ, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശനെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? 100 കിട്ടിയില്ലെങ്കിൽ വനവാസത്തിന് പോകുമോ? അദ്ദേഹം പറഞ്ഞു യെസ്. അപ്പോൾ നടേശൻ എന്ന് പറയുന്ന പന്നിക്കുട്ടി എന്താ പറഞ്ഞത്? 100 കിട്ടിയാൽ ഞാൻ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കും. രാജിവെക്കടോ നടേശ, ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്ക്. പറഞ്ഞ വാക്കിന്
അതല്ല തീട്ടം നക്കുന്നവൻ്റെ വാക്കാണ് പറഞ്ഞതെങ്കിൽ നോ ഇഷ്യൂ, അത് കുഴപ്പമില്ല. ഇനി അതല്ല അന്നമാണ് നക്കുന്നതെങ്കിൽ, ആ നാവ് കൊണ്ടാണ് പറഞ്ഞതെങ്കിൽ, ഉളുപ്പുണ്ടെങ്കിൽ ഇറങ്ങിപ്പോണം മിസ്റ്റർ നടേശൻ, ഇറങ്ങിപ്പോണം. ഉളുപ്പുണ്ടെങ്കിൽ ഇറങ്ങിപ്പോണം, മനസ്സിലായില്ലേ? അതല്ലാതെ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിലച്ചുകൊണ്ടിരിക്കുകയല്ല. ഈ നാവ് വെച്ചിട്ട്, ഈ തീട്ടം നക്കുന്ന നാവ് വെച്ചിട്ടാണ് നടേശ നീ ഈഴവരെ പറ്റിച്ച് നക്കിയിട്ട് വീപ്പക്കുറ്റി പോലെ വീർത്തിരിക്കുന്നത്. പാവങ്ങളായ ഈഴവരെ പറ്റിച്ച് നക്കിയ വീപ്പക്കുറ്റി പോലെയുള്ള ആ ശരീരം ഇറങ്ങിപ്പോണം, ഇറങ്ങിപ്പോണം മിസ്റ്റർ, മനസ്സിലായില്ലേ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ സാറിനെ അവഹേളിക്കുമ്പോൾ, അധിക്ഷേപിക്കുമ്പോൾ ഒരുത്തനെയും കണ്ടില്ലല്ലോ എവിടെയും. അദ്ദേഹത്തെ വ്യക്തി അധിക്ഷേപം നടത്തിയപ്പോൾ ഒരുത്തനും കൃമി പൊട്ടുന്നത് കണ്ടില്ലല്ലോ എവിടെയും, അല്ലേ? അന്നൊക്കെ നടേശന്റെ സ്വാതന്ത്ര്യമായിരുന്നെങ്കിൽ ഇന്ന് നടേശനെതിരെ വരുന്നതും ബാക്കിയുള്ളവരുടെ സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യങ്ങൾ നടേശന് മാത്രമൊന്നുമല്ലല്ലോ ഉള്ളത്. നടേശന്റെ തറവാട് സ്വത്തൊന്നല്ലല്ലോ ഈ രാജ്യം എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? ഈ രാജ്യത്തിന് അവകാശികൾ നടേശൻ മാത്രമൊന്നല്ലല്ലോ. അപ്പൊ നടേശൻ എന്തൊക്കെ സ്വാതന്ത്ര്യമുണ്ടോ, ആരെയൊക്കെ അധിക്ഷേപിക്കാനും ആരെയൊക്കെ വ്യക്തിഹത്യ നടത്താനും നടേശന് സാധിക്കുമെങ്കിൽ, അതുപോലെ നടേശനെയും ആളുകളെ പിച്ചി ചീന്തും. കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നല്ലേ? അല്ല, കൊടുത്താൽ ഇപ്പൊ എല്ലായിടത്തും കിട്ടും, കൊല്ലത്ത് മാത്രമല്ല. കാഞ്ചിക്കുളങ്ങരയിലാണെങ്കിൽ അവിടെയും കിട്ടും. കിട്ടുന്നത് മേടിച്ചിട്ട് മോങ്ങാതിരിക്കണം, അതാണ് വേണ്ടത്. മോങ്ങരുത്, കരയരുത്, കരയാൻ പാടില്ല. കാരണം നീ ഒരു ഭീരുവാണ്, അപ്പൊ നീ കരഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലേ? അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പറഞ്ഞ വാക്കിന് വില വേണം. അല്ലെങ്കിൽ ആ വില ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഭയമുണ്ടെങ്കിൽ നാവിട്ട് ഇളക്കാൻ വരരുത്. അതുകൊണ്ട് എടോ നടേശ, നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നീ എന്ന ക്ലോസറ്റ് അത് പൊട്ടിച്ചിട്ട് ജയിലിൽ പോകാൻ മുസ്ലിം ലീഗുകാരൻ തയ്യാറല്ല. അതിനില്ല, മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ, പൊട്ടിക്കുകയാണെങ്കിൽ ക്ലോസറ്റ് അല്ല ഗോദ്രേജിന്റെ പൂട്ട് പൊട്ടിക്കണം, അല്ലേ? അപ്പോൾ ഒരിതുണ്ട്, ഏത് ഞാൻ ഗോദ്രേജിന്റെ പൂട്ട് പൊട്ടിച്ചവനാണെന്ന്, അല്ലാതെ ക്ലോസറ്റ് പൊട്ടിച്ചവൻ എന്നുള്ള ആ നാണക്കേട് നെവർ എവർ നടേശ, മനസ്സിലായില്ലേ? നടേശന് നല്ല മൂലം കടച്ചിലുണ്ട്. നടേശന് കണിച്ചിക്കുളങ്ങരയിൽ മാത്രമല്ല, സ്വന്തം വീട്ടിലൊന്ന് കിടന്നുറങ്ങാൻ പോലും നടേശന് സാധിക്കുന്നില്ല. അത്രമാത്രം ഭയം നടേശനെ വേട്ടയാടുന്നുണ്ട്. അത്രമാത്രം ഭയം നടേശനെ വേട്ടയാടുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ നടേശനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് UDF അധികാരത്തിലേക്ക് വന്നു. ഇനി കഴുത്തറ്റം ക്രിമിനൽ, നിങ്ങൾ നോക്കി, ഈ കേരളത്തിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ 140-ലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു മത നേതാവ്, ഒരു സാമുദായിക നേതാവിനെ നിങ്ങൾ കാണിച്ചേ. 140-ലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു സാമുദായിക നേതാവിനെ നിങ്ങൾ കാണിച്ചേ. വേണ്ടടോ, 5 ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള ഒരു സാമുദായിക നേതാവ് വേണ്ടടോ, ഒരെണ്ണത്തിൽ. എന്നാൽ നടേശനെതിരെ 140 ക്രിമിനൽ കേസുകളാ. കഴിഞ്ഞ 10 വർഷക്കാലം ഊമ്പി നടന്നതിൻ്റെ ഫലമായിട്ട് ഈ ക്രിമിനൽ കേസുകളൊക്കെ മൂടി വച്ചിരിക്കുകയായിരുന്നു. എന്നാൽ നടേശ ഇനി വരുന്ന 5 വർഷക്കാലം നടേശന്റെ അണ്ടകടാഹം കീറിയിരിക്കും എന്നുള്ള കാര്യത്തിൽ നടേശന് തർക്കമൊന്നും വേണ്ട. വരുന്ന 5 വർഷക്കാലം കൊണ്ട് നടേശന്റെ അണ്ടകടാഹം കീറും, മനസ്സിലായില്ലേ? അമ്മാതിരി പണിയാണ് എടുക്കാൻ പോകുന്നത്. നടേശന് നന്നായിട്ട് പൊട്ടട്ടെ, നടേശൻ അങ്ങനെ പൊട്ടി ഒലിക്കട്ടെ, ചീഞ്ചലം പൊട്ടി നാറണം. ഇത് നടേശന്റെ ചലമാണെന്ന് കേരളത്തിന്റെ പൊതുസമൂഹം മൂക്ക് പൊത്തണം, കാർക്കിച്ച് തുപ്പണം. കാരണം ഈ നാറ്റം നടേശന്റെ ചീഞ്ചലത്തിൽ നിന്നുള്ളതാണ് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം മനസ്സിലാക്കണം. അപ്പോ നടേശൻ അങ്ങനെ പൊട്ടട്ടെ, പൊട്ടിക്കൊണ്ടേയിരിക്കട്ടെ. പക്ഷേ നടേശന്റെ അതിന് മാത്രം ബുദ്ധിയൊന്നും നടേശനില്ല. നടേശനുള്ള ബുദ്ധി എന്താണെന്നറിയോ? അത് കുരുട്ട് ബുദ്ധിയാ. ഏത് കുരുട്ട് ബുദ്ധി? കള്ള് കച്ചവടം ചെയ്യാന്, പാവങ്ങളായ ഈഴവരെ പറ്റിക്കാന്, മനസ്സിലായില്ലേ? ഇവിടെ മാത്രം തീരുമോ? ഇല്ല. ബ്ലേഡിന് പലിശക്ക് പണം കൊടുത്ത് പാവങ്ങളുടെ കഴുത്തറുക്കാനുള്ള കുരുട്ട് ബുദ്ധി മാത്രമേ നടേശ നിനക്കുള്ളൂ,
മനസ്സിലായില്ലേ? ഇത്രയും കാലം ഉണ്ടാക്കി വെച്ചതിൻ്റെ വലിയ ഒരു രാജകീയമായ ആ ഒരു പണത്തിൻ്റെ ഹുങ്കിൽ പലതും നേടിയിട്ടുണ്ടാകും. പക്ഷേ ഇനി നടേശ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നാളെ മുതൽ നടേശൻ്റെ കൗണ്ട് ഡൗൺ അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവരുകളെ എന്തൊക്കെയാ വിളിച്ചത്, എന്തൊക്കെയാ പറഞ്ഞത്, എങ്ങനെയൊക്കെയാ അധിക്ഷേപിച്ചത്, എന്തൊക്കെ വെല്ലുവിളികളാണ് നടത്തിയത്? അത് ആഗ്രഹം പറച്ചിലായിരുന്നോ? അത് ആഗ്രഹം മാത്രം പറച്ചിലായിരുന്നോ? അല്ലല്ലോ. ആഗ്രഹം പറച്ചിൽ എന്താണ്, വെല്ലുവിളി എന്താണ്, അധിക്ഷേപം എന്താണ്, വ്യക്തിഹത്യ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള നല്ല ബോധമുള്ള ആളുകളാ കേരളത്തിലെ ജനങ്ങൾ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ വിധത്തിലൊക്കെ അധിക്ഷേപിച്ചും പരിഹസിച്ചും വ്യക്തിഹത്യ നടത്തിയും വി.ഡി. സതീശനെ അങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നില്ലേ വെള്ളാപ്പള്ളി നടേശൻ അല്ലേ? എന്നാൽ വി.ഡി. സതീശനോ അവിടെ അദ്ദേഹം വളരെ കൃത്യമായ നിലപാടുകൾ പറഞ്ഞു എന്ന് മാത്രമല്ല, വർഗീയത വെച്ച് പൊറപ്പിക്കില്ല എന്ന് മാത്രമല്ല, അവരുമായി യാതൊരു കോംപ്രമൈസും ഇല്ല. ഇത്തരം വർഗീയ കോമരങ്ങളെ സ്വന്തം കാറിൽ കൊണ്ടു നടക്കുന്ന പിണറായി വിജയന്റെ രീതിയെയും വി.ഡി. സതീശൻ വലിച്ചു കീറി വാരി ഭിത്തിയിലൊട്ടിച്ചു അല്ലേ? അതിനപ്പുറത്തേക്ക് നടേശനെതിരെ ഒരു അധിക്ഷേപമോ ഒരു വ്യക്തിഹത്യയോ ഒരു പരിഹാസമോ ഒന്നും, പേഴ്സണൽ അറ്റാക്ക് ഒന്നും തന്നെ വി.ഡി. സതീശൻ നടത്തിയില്ല. കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പക്വതയോടുകൂടി വി.ഡി. സതീശൻ പ്രവർത്തിച്ചു. എന്നാൽ 90 വയസ്സുള്ള ഈ നടേശൻ എന്തെങ്കിലും മര്യാദ കാണിച്ചോ കേരളത്തിൻ്റെ സമൂഹത്തിന് മുന്നിൽ അല്ലേ? എന്നിട്ട് ഇപ്പോൾ ഇഷ്ടം പറഞ്ഞതാണത്രേ, ആഗ്രഹം പറഞ്ഞതാണത്രേ. ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്, നന്നായിട്ട് ഊമ്പി നടക്കാൻ നന്നായിട്ട് ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ കേസുകളിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും മരണം വരെയെങ്കിലും ആ കേസുകളിൽ ഒരു തുടർ നടപടി ഉണ്ടാവരുത് എന്നുള്ളത് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നന്നായിട്ട് ഊമ്പി നടന്നിട്ടുണ്ട്, അത് ശരിയാ. പക്ഷെ എന്ന് കരുതിയിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് വിളിച്ചു പറഞ്ഞതൊന്നും ഈ സമൂഹം മറന്നിട്ടില്ല. നടേശൻ എന്ന വർഗീയ വിഷജന്തുവിനെയും കേരളത്തിൻ്റെ പൊതുസമൂഹം മറക്കില്ല നടേശ.